ഫ്രാൻസ് എന്ന യൂറോപ്യൻ രാജ്യത്തേക്കാളും വലിപ്പമുള്ള മനുഷ്യവാസമേ ഇല്ലാത്ത ലോകത്തിലെ ഏറ്റവും വലിയൊരു ശൂന്യ മണലാരണ്യം. ഭൂപടങ്ങളിൽ ഇതിനെ വിളിക്കുന്നത് ദി എംപ്റ്റി ക്വാർട്ടർ അഥവാ റൂബൽ ഖാലി എന്നാണ്. സൗദി അറേബ്യ, UAE, ഒമാൻ, യമൻ എന്നീ 4 രാജ്യങ്ങളിലായി പടർന്നു കിടക്കുന്ന 65,000-ലധികം ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള ഒരു മണൽക്കടൽ. പക്ഷേ ഈ ശൂന്യമായ മണൽക്കടലിന് താഴെ ഒരു നഷ്ടപ്പെട്ട സംസ്കാരത്തിന്റെ അടയാളങ്ങളും ഇന്നത്തെ ലോക രാഷ്ട്രീയത്തെ സ്വാധീനിക്കുന്ന വമ്പൻ നിധികളും ഒരുമിച്ച് ഒളിഞ്ഞിരിക്കുന്നുണ്ടെങ്കിലോ? പുറമേ നോക്കിയാൽ 800 അടിയിലധികം ഉയരമുള്ള ചുവന്ന മണൽ കുന്നുകൾ മാത്രം കാണുന്ന ഈ വിജനമായ ഭൂമിയെ ലോകത്തിലെ ഏറ്റവും വലിയ ഊർജ്ജ കമ്പനികളും ഗവേഷണ സ്ഥാപനങ്ങളും ഇന്നും ഇത്ര സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നത് എന്തിനാണ്? നമ്മൾ വിചാരിക്കുന്നത് പോലെ ഇത് വെറുമൊരു മണലാരണ്യമല്ല. ഈ കോടിക്കണക്കിന് ടൺ മണൽ കുന്നുകൾക്ക് താഴെ ചരിത്രകാരന്മാരെയും ശാസ്ത്രജ്ഞരെയും ഇന്നും അമ്പരപ്പിക്കുന്ന ചില രഹസ്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ടാകാം. ഈ മരുഭൂമിക്കടിയിൽ ഒരു നഷ്ടപ്പെട്ട നഗരം ഒളിഞ്ഞിരിക്കുന്നുണ്ടോ? അതോ ലോകത്തിന്റെ മുഴുവൻ സമ്പദ് വ്യവസ്ഥയെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു ഭൗമരാഷ്ട്രീയ സാമ്പത്തിക മുന്നേറ്റമാണോ ഇത്? ഭൂമിയിൽ മനുഷ്യൻ പൂർണ്ണമായും പരാജയപ്പെട്ടു പോയ ചില പ്രദേശങ്ങളുണ്ട്. അതിലൊന്നാണ് റൂബൽ ഖാലി. അറബിയിൽ ഇതിന്റെ അർത്ഥം ശൂന്യമായ കാൽഭാഗം എന്നാണ്. അതായത് അറേബ്യൻ ഉപദ്വീപിന്റെ 1/4 ഭാഗവും കൈയടക്കി വെച്ചിരിക്കുന്ന ഒരു മഹാശൂന്യത. വേനൽക്കാലത്ത് ഇവിടുത്തെ ചൂട് 55 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരും. ഒരു തുള്ളി വെള്ളമോ ഒരു പച്ചപ്പോ ഇല്ലാതെ 100 കണക്കിന് കിലോമീറ്ററുകൾ. പണ്ടുകാലത്ത് അറബികൾ പോലും ഈ പ്രദേശത്തിന്റെ അതിർത്തി കടക്കാൻ ഭയപ്പെട്ടിരുന്നു. കാരണം ഒരിക്കൽ ഇതിനുള്ളിലേക്ക് പോയാൽ പിന്നീട് ഒരു തിരിച്ചുവരവ് ഏതാണ്ട് അസാധ്യമായിരുന്നു. ആധുനിക അതിർത്തികൾ നിശ്ചയിക്കുന്നതിന് മുൻപ് ഈ മരുഭൂമി ഒരു രാജ്യത്തിന്റെയും അധീനതയിലായിരുന്നില്ല. കാരണം ഇത്രയും വലിയൊരു പാഴ്നിലം കൊണ്ട് ആർക്കും ഒരു ഉപകാരവും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് ഈ മരുഭൂമിയുടെ ചില ഭാഗങ്ങളിൽ പുരാതന വ്യാപാര പാതകളുടെയും നഷ്ടപ്പെട്ട മനുഷ്യവാസ കേന്ദ്രങ്ങളുടെയും അടയാളങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ചില ഗവേഷകർ പറയുന്നത് അറബ് ലോകത്തെ ഏറ്റവും പ്രശസ്തമായ നഷ്ടപ്പെട്ട നഗരങ്ങളിലൊന്നിന്റെ സൂചനകൾ പോലും ഇവിടെ കണ്ടെത്തിയിട്ടുണ്ടാകാമെന്നാണ്. എന്നാൽ ചരിത്രകാരന്മാരെയും ശാസ്ത്രജ്ഞരെയും ഒരേപോലെ അമ്പരപ്പിക്കുന്ന ഒരു വലിയ ചോദ്യമുണ്ട്. ഇത്രയും ഭീകരമായൊരു മരുഭൂമിയിലേക്ക് പണ്ടുകാലത്ത് മനുഷ്യർ വൻതോതിൽ യാത്ര ചെയ്തിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയുമോ? അതെ, പുരാതന അറബ് ഗോത്രങ്ങളുടെ കഥകളിൽ ഈ മരുഭൂമിയെക്കുറിച്ച് വിവരിക്കുന്നത് കേട്ടാൽ നമ്മൾ അത്ഭുതപ്പെട്ടേക്കാം. അവിടെയാണ് ലോകം തിരയുന്ന ആ ഒന്നാമത്തെ നിഗൂഢത ആരംഭിക്കുന്നത്. നൂറ്റാണ്ടുകളായി അറബികളുടെ ഇടയിൽ പറയുന്നൊരു ഐതിഹ്യമുണ്ട്. ഈ ഭീകരമായ മണൽക്കുന്നുകൾക്ക് താഴെ ഒരു കാലത്ത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പണക്കാരായ മനുഷ്യർ ജീവിച്ചിരുന്നൊരു നഗരമുണ്ടായിരുന്നു, ഉബാർ. പാശ്ചാത്യ ചരിത്രകാരന്മാർ ഇതിനെ അറ്റ്ലാന്റിസ് ഓഫ് ദ സാൻഡ്സ് അഥവാ മണലിലെ അറ്റ്ലാന്റിസ് എന്ന് വിളിച്ചു. അക്കാലത്തെ ഏറ്റവും വിലപിടിപ്പുള്ള സുഗന്ധദ്രവ്യമായ ഫ്രാങ്കിൻസെൻസ് അഥവാ കുന്തിരിക്കത്തിന്റെ ആഗോള വ്യാപാര കേന്ദ്രമായിരുന്നു ഈ നഗരം. ഇന്നത്തെ കാലത്തെ ദുബായ് പോലെ അല്ലെങ്കിൽ റോം പോലെ കോടികൾ മറിയുന്നൊരു വമ്പൻ ബിസിനസ് സാമ്രാജ്യം. റോമൻ ചക്രവർത്തിമാർക്കും ഈജിപ്തിലെ ഫറവോമാർക്കും വരെ സുഗന്ധദ്രവ്യങ്ങൾ പോയിരുന്നത് ഈ മരുഭൂമിയുടെ നടുവിലൂടെയായിരുന്നു. പക്ഷേ ഒരു ഘട്ടത്തിൽ ഈ വമ്പൻ വ്യാപാര കേന്ദ്രം ചരിത്രത്തിൽ നിന്ന് പൂർണ്ണമായും അപ്രത്യക്ഷമായി. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നത് ഇന്നും ഒരു നിഗൂഢതയാണ്. ചിലർ വിശ്വസിക്കുന്നത് ഭൂമിക്കടിയിലെ മാറ്റങ്ങൾ നഗരത്തിന്റെ തകർച്ചയ്ക്ക് കാരണമായെന്നാണ്. മറ്റു ചിലർ പറയുന്നത് കടുത്ത മണൽക്കാറ്റുകളും കാലാവസ്ഥാ വ്യതിയാനവും അതിനെ മരുഭൂമിക്കടിയിൽ ഇല്ലാതാക്കി തീർത്തു എന്നുമാണ്. നൂറ്റാണ്ടുകളായി ചരിത്രകാരന്മാർ ഇതിനെ വെറുമൊരു മിഥ്യാധാരണ അല്ലെങ്കിൽ ഒരു അറബിക്കഥ മാത്രമായിട്ടാണ് കണ്ടിരുന്നത്. എന്നാൽ 1990കളിൽ നാസയുടെ അത്യാധുനിക റിമോട്ട് സെൻസിംഗ് സാറ്റലൈറ്റുകൾ ഈ റൂബൽ ഖാലി മരുഭൂമിക്ക് മുകളിലൂടെ പറന്നപ്പോൾ അവർ വിചിത്രമായ ചിലത് കണ്ടെത്തി. ഈ വമ്പൻ മണൽക്കുന്നുകൾക്ക് താഴെ പുരാതന കാലത്ത് ഒട്ടകക്കൂട്ടങ്ങൾ സഞ്ചരിച്ചിരുന്ന വലിയ വ്യാപാര പാതകളുടെ അടയാളങ്ങൾ സാറ്റലൈറ്റ് ക്യാമറകളിൽ തെളിഞ്ഞു വന്നു.
ആ പാതകളെല്ലാം വന്ന് അവസാനിക്കുന്നത് ഒരൊറ്റ കേന്ദ്രത്തിലായിരുന്നു. ഒമാൻ അതിർത്തിയോട് ചേർന്നുള്ള ആ സ്ഥലത്ത് ശാസ്ത്രജ്ഞർ ഖനനം ആരംഭിച്ചപ്പോൾ അവർ ഞെട്ടിപ്പോയി. ഭൂമിക്കടിയിൽ തകർന്നുപോയ വലിയ കോട്ടകളുടെയും കെട്ടിടങ്ങളുടെയും അവശിഷ്ടങ്ങൾ അവിടെ കണ്ടെത്തി. സാറ്റലൈറ്റ് സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ മനുഷ്യൻ ആ പുരാതന നഗരത്തിന്റെ വാതിലിലെത്തി നിൽക്കുകയാണ്. പക്ഷേ ചോദ്യമിതാണ്, ഇത്രയും വലിയൊരു നഗരത്തിന് ആവശ്യമായ വെള്ളവും ഭക്ഷണവും ഈ കടുത്ത മരുഭൂമിയിൽ എവിടെ നിന്നാണ് ലഭിച്ചത്? ഇതാണ് ഈ വീഡിയോയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശാസ്ത്രീയ സത്യം. ഇന്ന് നമ്മൾ കാണുന്ന ഈ തരിശുഭൂമി ഒരു കാലത്ത് ഇങ്ങനെയേ ആയിരുന്നില്ല. പലർക്കും അറിയാത്ത ഒരു വലിയ സത്യമുണ്ട്. അറേബ്യ ഒരു കാലത്ത് പച്ചപ്പാർന്ന ഒരു പറുദീസയായിരുന്നു. ഇന്ന് മരുഭൂമിയായ ഈ സ്ഥലം ഒരു കാലത്ത് പച്ചപ്പാർന്ന ഭൂമിയായിരുന്നോ എന്ന ചോദ്യത്തിന് ശാസ്ത്രത്തിന് കൃത്യമായ തെളിവുകളുണ്ട്. റൂബൽ ഖാലിയുടെ വിവിധ ഭാഗങ്ങളിൽ നടത്തിയ ആഴത്തിലുള്ള പര്യവേഷണങ്ങൾ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ വലിയ തടാകങ്ങളും നദീതടങ്ങളും പുൽമേടുകളും ഉണ്ടായിരുന്നുവെന്ന് സൂചിപ്പിക്കുന്നു. ഇവിടെയുള്ള മണൽ കുന്നുകൾക്കിടയിൽ നിന്ന് പുരാതന തടാകങ്ങളുടെ അവശിഷ്ടങ്ങളും ആഫ്രിക്കൻ കാടുകളിൽ മാത്രം കാണുന്ന തരം വലിയ വന്യമൃഗങ്ങളുടെ ഫോസിലുകളും ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിട്ടുണ്ട്. ഭൂമിയുടെ ഭ്രമണപഥത്തിലുണ്ടായ മാറ്റങ്ങളും കാലാവസ്ഥാ വ്യതിയാനവും കാരണമാണ് ഈ വലിയ പച്ചപ്പ് വെറും 5000 വർഷങ്ങൾ കൊണ്ട് ഇന്നത്തെ ഭീകരമായ മരുഭൂമിയായി മാറിയതെന്നാണ് ശാസ്ത്രജ്ഞർ ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ ആ പച്ചപ്പും നദികളും എങ്ങോട്ടാണ് മറഞ്ഞുപോയത്? അവ എങ്ങും പോയിട്ടില്ല. അവ ഇപ്പോഴും അവിടെ തന്നെയുണ്ട്. ഈ കോടിക്കണക്കിന് ടൺ മണലിന് താഴെ ഭൂമിയുടെ ആഴങ്ങളിൽ ഭീമാകാരമായ ഫോസിൽ വാട്ടർ ശേഖരമുണ്ട്. അതായത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് മണ്ണിലേക്ക് ഒലിച്ചിറങ്ങിയ ശുദ്ധജലം ഒരു വലിയ അദൃശ്യ കടൽ പോലെ ഈ മരുഭൂമിയുടെ അടിയിലുണ്ട്. ഇത്ര വലിയ മരുഭൂമിയുടെ അടിയിൽ വെള്ളം എവിടെ നിന്ന് വന്നു എന്ന് അത്ഭുതപ്പെടുന്നവർ മനസ്സിലാക്കേണ്ടത്, സൗദി അറേബ്യ ഇന്ന് തങ്ങളുടെ മരുഭൂമികളെ വലിയ പച്ചക്കറി പാടങ്ങളാക്കി മാറ്റാൻ ഉപയോഗിക്കുന്നത് ഈ ഭൂഗർഭജലമാണ്. പക്ഷേ ഈ വെള്ളവും നിധികളും സ്വന്തമാക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം ഈ ആധുനിക യുഗത്തിലും പ്രകൃതി ഇവിടെ മനുഷ്യന് മുന്നിൽ വലിയൊരു മതിൽ തീർത്തിട്ടുണ്ട്. ഇന്ന് നമ്മുടെ കൈകളിൽ അത്യാധുനിക സ്മാർട്ട് ഫോണുകളും GPS സാങ്കേതിക വിദ്യയുമുണ്ട്. എവിടെ വേണമെങ്കിലും വഴികാട്ടാൻ ഗൂഗിൾ മാപ്പുമുണ്ട്. എങ്കിൽ പോലും അത്യാധുനിക GPS സംവിധാനങ്ങൾ ഉണ്ടായിട്ടും ഈ മരുഭൂമിയിലേക്ക് തയ്യാറെടുപ്പില്ലാതെ പ്രവേശിക്കുന്നവർ ഇന്നും ഗുരുതര അപകടങ്ങളിൽ പെടുന്നത് എന്തുകൊണ്ടാണ്? ഇതൊരു അമാനുഷിക കഥയോ ഭാവനയോ അല്ല, പച്ചയായ യാഥാർത്ഥ്യമാണ്. ഇതിന് പിന്നിലെ കാരണം ലളിതമാണ്. റൂബൽ ഖാലിയിലെ മണൽക്കുന്നുകൾ സ്ഥിരതയുള്ളവയല്ല. ശക്തമായ കാറ്റിൽ ഈ വമ്പൻ മണൽമലകൾ മണിക്കൂറുകൾ കൊണ്ട് സ്ഥാനം മാറും. നിങ്ങൾ ഇന്ന് കാണുന്ന ഒരു വഴി നാളെ അവിടെ ഉണ്ടായിരിക്കില്ല. ലാൻഡ്മാർക്കുകൾ നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ഭൂമിശാസ്ത്രം നോക്കി ഇവിടെ യാത്ര ചെയ്യാനാകില്ല. കൂടാതെ കടുത്ത ചൂടും പ്രതികൂലമായ സാഹചര്യങ്ങളും കാരണം ഉപകരണങ്ങളുടെ പ്രവർത്തനക്ഷമതയും യാത്രക്കാരുടെ സുരക്ഷയും വലിയ വെല്ലുവിളിയാകാറുണ്ട്. ഇതിനെല്ലാം പുറമെയാണ് ഈ മരുഭൂമിയിലെ ചില പ്രത്യേക ഭാഗങ്ങളിൽ കാണുന്ന വിചിത്രമായ ഭൂമിശാസ്ത്ര ഘടനകൾ. ചില പ്രദേശങ്ങളിൽ വലിയ ഉൽക്കാപതനങ്ങൾ നടന്നതിന്റെ തെളിവുകളുണ്ട്. ബഹിരാകാശത്ത് നിന്നുള്ള വമ്പൻ ഉൽക്കകൾ വന്നു വീണപ്പോൾ ഉണ്ടായ കടുത്ത ചൂടിൽ ഇവിടുത്തെ മണൽ മുഴുവൻ കറുത്ത ഗ്ലാസ് കഷ്ണങ്ങളായി മാറിയ വബാർ ഉൽക്കാഗർത്തങ്ങൾ ഈ മരുഭൂമിയിലുണ്ട്. ഈ പ്രദേശങ്ങളിലെ കാന്തിക വ്യതിയാനങ്ങൾ കാരണം കോമ്പസുകൾ പോലും പലപ്പോഴും തെറ്റായ ദിശയാണ് കാണിക്കാറുള്ളത്. ഒരു കാലത്ത് ആർക്കും വേണ്ടാത്ത, മനുഷ്യൻ കാലുകുത്താൻ ഭയന്നിരുന്ന ഈ പാഴ്നിലം ഇന്ന് ലോകത്തിലെ ഏറ്റവും തന്ത്രപ്രധാനമായ ഒരു മേഖലയായി മാറിയതെങ്ങനെയാണ്? അതിന് കാരണം ഒരൊറ്റ കാര്യമാണ്: കറുത്ത സ്വർണം അഥവാ എണ്ണ. ഈ റൂബൽ ഖാലി മരുഭൂമിയുടെ അടിയിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണപ്പാടങ്ങളിലൊന്നായ സൗദി അറേബ്യയുടെ ഷൈബ ഓയിൽ ഫീൽഡ് സ്ഥിതി ചെയ്യുന്നത്. ഭീമമായ അളവിൽ എണ്ണയാണ് പ്രതിദിനം ഈ മണൽക്കാടിന് നടുവിൽ നിന്ന് പമ്പ് ചെയ്തെടുക്കുന്നത്. റൂബൽ ഖാലിയിലുള്ള ഇത്തരം വൻ ഊർജ്ജ നിക്ഷേപങ്ങളിലൂടെയും തന്ത്രപ്രധാനമായ പദ്ധതികളിലൂടെയുമാണ് സൗദി അറേബ്യയും UAEയും തങ്ങളുടെ ആഗോള സാമ്പത്തിക ഭൗമരാഷ്ട്രീയ സ്വാധീനം നിലനിർത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രദേശം ഇന്ന്
ആഗോള ഊർജ്ജ സുരക്ഷയുടെ ചർച്ചകളിൽ പ്രധാന സ്ഥാനമിടുന്നത്. ഇറാന്റെ ഭീഷണിയുള്ള ഹോർമുസ് കടലിടുക്ക് ഒഴിവാക്കിക്കൊണ്ട് അതിനെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനുള്ള വിവിധ ഊർജ്ജ ഗതാഗത മാർഗങ്ങളെക്കുറിച്ച് സൗദി അറേബ്യ വർഷങ്ങളായി പഠനങ്ങളും പദ്ധതികളും പരിഗണിച്ചു വരുന്നു. ആഗോള ഭൗമരാഷ്ട്രീയത്തിന്റെ ഏറ്റവും വലിയ കളിസ്ഥലമായി ഈ ശൂന്യ മരുഭൂമി ഇന്ന് മാറിക്കഴിഞ്ഞു. പുറമെ നോക്കുമ്പോൾ വെറും ശൂന്യമായ മണൽക്കുന്നുകൾ മാത്രമായി തോന്നിപ്പിക്കുന്ന ഒരു പ്രദേശം. പക്ഷേ അതിന്റെ ചരിത്രത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ഒളിഞ്ഞു കിടക്കുന്നത് വമ്പൻ സാമ്രാജ്യങ്ങളുടെ തകർച്ചയും ഭൂമിയുടെ കാലാവസ്ഥ മാറിമറിഞ്ഞതിന്റെ ശാസ്ത്രീയ തെളിവുകളും ലോകത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയെ നിയന്ത്രിക്കുന്ന കറുത്ത സ്വർണത്തിന്റെ വൻ ശേഖരവുമാണ്. അപ്പോൾ യഥാർത്ഥ രഹസ്യം നമ്മൾ ഈ കാണുന്ന മരുഭൂമിയാണോ, അതോ അവയുടെ അടിയിൽ മറഞ്ഞുകിടക്കുന്ന നഷ്ടപ്പെട്ട നഗരങ്ങളുടെയും പുരാതന മനുഷ്യ സംസ്കാരങ്ങളുടെയും കഥകളാണോ? ഇത്തരം കൂടുതൽ വിജ്ഞാനപ്രദമായ വീഡിയോകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.